ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് ഫോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത എൻ്റെ ഒരു കളക്ഷനിലെ ഓർക്കിഡിൻ്റെ വിശേഷമാണ് പറയാൻ പോകുന്നത്. ഇതാണ് ബൾബോഫില്ലം എന്ന് പറയുന്ന ഓർക്കിഡ്. ഞാനിതിൻ്റെ സീഡ്ലിങ് വാങ്ങി വളർത്തി തുടങ്ങിയതാണ്. 5 വർഷമായി പ്ലാന്റ് വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇതിനകത്ത് ഫ്ലവർ വന്നത്. ശരിക്കും ഇത് വളർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കെയറും വേണ്ട. ഈ വെറൈറ്റി വളർത്താനായിട്ട് ഒരു കെയറിൻ്റെ ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഓർക്കിഡ് വളർത്തുമ്പോൾ ചെറിയ പോട്ടിൽ നിന്ന് വലിയ പോട്ടിലേക്ക് ആക്കിക്കൊണ്ട് വരണം. ഓരോന്ന് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് വേണം അത് വളർന്ന് ഫില്ലായി കഴിഞ്ഞ് അടുത്ത പോട്ടിലേക്ക് മാറ്റാവുള്ളൂ. എന്നാലാണ് ഓർക്കിഡിൻ്റെ വളർച്ച വേഗം ഉണ്ടാകുന്നത്. ഇത് തണുപ്പ് രാജ്യങ്ങളിൽ വളരുന്നൊരു ഓർക്കിഡല്ല, വാമർ കൺട്രീസിൽ വളരുന്ന ഒരു ഓർക്കിഡാണ്. അതുകൊണ്ട് ഇത് പൂക്കുന്നതും കുറച്ച് ചൂടുള്ള ക്ലൈമറ്റിലാണ് ഇത് പൂക്കുന്നതും. ഡെൻഡ്രോബിയം വളർത്തുന്നതിൻ്റെ അത്ര പോലും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റ് വെറൈറ്റികൾക്ക് വരുന്ന പോലെ ഒരു ഡാമേജും ഇതുവരെ വന്നിട്ടില്ല. വളരെ സ്ലോ ആയിട്ടേ വളരത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ബൾബോഫില്ലത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റി പൂക്കൾ പിടിക്കുന്ന വെറൈറ്റികളുണ്ട്. ഈ വെറൈറ്റിയുടെ പേരാണ് ബൾബോഫില്ലം ഫാസിനേറ്റർ ഫ്ലെച്ചറിയാന. ഈ ഫ്ലവറിൻ്റെ ഉൾഭാഗം നല്ല മെറൂൺ കളറും വെളിയിൽ കുറച്ച് ലൈറ്റ് കളറിൽ നിറയെ ഡോട്ടുകളുമാണ്. ഈ പ്ലാന്റിൽ വന്ന ഫസ്റ്റ് സ്പൈക്കിൽ തന്നെ ഒരു സ്പൈക്കിൽ 4 ഫ്ലവർ വന്നിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ ഉൾഭാഗത്ത് നോക്കിയാൽ പറക്കാൻ പോകുന്നൊരു പ്രാവിരിക്കുന്ന പോലെ ഇരിക്കും. ഇതിൽ 4 ഫ്ലവറും 4 ഡയറക്ഷനിലാണ് വന്നേക്കുന്നത്. ഒരേ ഡയറക്ഷനിൽ വന്നിരുന്നെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരുന്നേനെ. ഈ വെറൈറ്റി മറ്റ് ഓർക്കിഡ് വളരുന്നതിൽ നിന്നും വളരെ വ്യത്യാസമാണ്. ഓരോ സ്യൂഡോ ബൾബ് പോലെ വന്നിട്ട് അതിൽ ഒരു ലീഫേ കാണത്തുള്ളൂ. അതും നല്ല ഫെലോപ്സിസിൻ്റെ ലീഫ് പോലെ നല്ല തിക്നെസ് ഉള്ള ലീഫാണ്. ഇതിൽ ഫ്ലവർ വരുന്നതും പുതിയ ഷൂട്ട് വരുന്നതും ഒരേ സ്ഥലത്തു നിന്ന് തന്നെയാണ്. അത് നമുക്ക് കുറച്ച് വലുതായി കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ പുതിയ ഷൂട്ടാണോ ബഡാണോ വരുന്നതെന്ന്. ഇതിൻ്റെ ഫ്ലവർ ഒരുപാട് ലാസ്റ്റിംഗ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് ഫ്ലവറിങ് ആയതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല. ആദ്യത്തെ ഫ്ലവർ വന്നിട്ട് 2 ആഴ്ചയായി, പക്ഷേ അത് ഇതുവരെ വാടിപ്പോയിട്ടില്ല. ബാക്കിയെല്ലാം ഇപ്പം ലാസ്റ്റത്തെ ഫ്ലവർ ഇപ്പോൾ വിരിഞ്ഞതേ ഉള്ളൂ. ഈ വെറൈറ്റിയും മറ്റ് ഓർക്കിഡുകളെപ്പോലെ എപ്പിഫൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം ഇല്ലാതെ തന്നെ നമുക്ക് മരത്തിലെല്ലാം വെച്ച് വളർത്താൻ പറ്റും. ഓരോ ലീഫ് വരുമ്പോഴും ആ സ്യൂഡോ ബൾബിൻ്റെ താഴെ നിറയെ വേരുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് മരത്തിലൊക്കെ വെച്ച് വളർത്താൻ എളുപ്പമാണ്. ഇത് ബൾബോഫില്ലം ഫാസിനേറ്റർ എന്ന് പറഞ്ഞ് അതിനകത്ത് തന്നെയും ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതിന് വളരാൻ വേണ്ട അറ്റ്മോസ്ഫിയർ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാത്തതാണ് നല്ലത്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ളൂ. ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടുകഴിഞ്ഞാൽ ലീഫ് വേഗം പൊഴിഞ്ഞു പോകും. ഈ വെറൈറ്റി കൂടെ പൂക്കാറില്ല, വർഷത്തിൽ ഒരിക്കൽ പ്രതീക്ഷിച്ചാൽ മതി. പല സ്പീഷീസുകളും ഓർക്കിഡിൻ്റെ പല സ്പീഷീസുകളും അങ്ങനെയാണ്, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കാറുള്ളൂ. ഈ ഓർക്കിഡ് നടാനായി കൂടുതൽ കരി എടുക്കുന്നതാണ് നല്ലത്. ഓടിൻ്റെ പീസ് വളരെ കുറച്ചു മതി. കൊക്കോ ചിപ്സ് ഇടയേ വേണ്ട. കൊക്കോ ചിപ്സ് ഇട്ട് കഴിഞ്ഞാൽ ചുവട്ടിൽ കൂടുതൽ ഈർപ്പം തങ്ങി നിൽക്കുകയും സ്യൂഡോ ബൾബിന് അത് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമാണ്. ഓരോ ലീഫ് നോഡും അതിൻ്റെ ചുവട്ടിൽ വേരുള്ളത് കൊണ്ട് ഓരോ നമുക്ക് ലീഫും കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.